ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അദാഷ് വ്ലോഗ്സ്. ഇന്നത്തെ ഇതൊരു ബ്യൂട്ടിഫുൾ മീഷോ സാരി ഹോൾ വീഡിയോ ആണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ സാരീസ് ആണ് കാണിക്കുന്നത്. ആൻഡ് മൾമൽ കോട്ടൺ സാരീസും അതുപോലെ തന്നെ നമുക്ക് ഖാദി കോട്ടൺ സാരീസ് ആണ് കാണിക്കുന്നത്. എല്ലാം തന്നെ നല്ല കളേഴ്സ് ആണ്. ഉടുക്കാനായിട്ട് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് മാറുകയാണ്, നല്ല ഹോട്ട് ആയിട്ടുള്ള ചൂടുള്ള ക്ലൈമറ്റ് വരെയാണ്. അപ്പോൾ ഈ ക്ലൈമറ്റിൽ നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു സാരിയാണ്. ഇതൊരു മൽ കോട്ടൺ സാരിയാണ്. അതും വളരെ നല്ലൊരു കളറാണിത്. ഒരു യെല്ലോ കളറിനാണ് അവർ എഴുതിയിരിക്കുന്നത്, പക്ഷെ ഒരു പ്യുവർ യെല്ലോ ആണ് അല്ല. ഇതൊരു മസ്റ്റാർഡാണ്. മസ്റ്റാർഡിൽ കുറച്ചൊരു ഗ്രീനിഷ് ടിഞ്ചൂടെ വരുന്ന ഒരു നല്ല കളറാണ്. അതിൽ ത്രൂ ഔട്ട് ഇങ്ങനെ ബോഡിയിൽ ബ്ലാക്ക് ഡോട്ട്സ് ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് സാരിയുടെ ബോർഡർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറായിട്ടാണ്. ഈ ഒരു സാരിക്ക് വിത്ത് ബ്ലൗസ് അവർ പെയർ ചെയ്തിട്ടുണ്ട്. അത് ഒരു പ്ലെയിൻ ബ്ലാക്ക് മെറ്റീരിയൽ, സെയിം മൾക്കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. എനിക്ക് ഈ സാരി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയാണ്. പിന്നെ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു ബ്ലാക്ക് ബ്ലൗസ് വെച്ചാണ് ഇത് പെയർ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടാലും നല്ലൊരു ബോൾഡ് ലുക്കാണ് ഈ ഒരു സാരി തരിക. 557 രൂപയാണ് ഈ ഒരു സ്റ്റൈലിഷ് സാരിക്ക് വരുന്ന റേറ്റ്. നെക്സ്റ്റ് കാണിക്കുന്ന ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു മറൂൺ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ സാരിയാണ്. ഇത് നല്ലൊരു കളറാണ്. ഇത് മൾമൽ കോട്ടൺ സാരിയാണ് വരുന്നത്. 570 രൂപയാണ് ഈ ഒരു സാരി ഞാൻ വാങ്ങുമ്പോൾ മീഷോയിലെ പ്രൈസ് വരുന്നത്. ഇതിന് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത്. വിത്ത് ബ്ലൗസ് വരുന്നത് ഈ സാരിയുടെ ബോഡിയിൽ വരുന്ന ഈ ഒരു ലൈറ്റ് ഷെയ്ഡില്ലേ, ഒരു ഐവറി ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബീച്ച് ഷെയ്ഡ്, ആ ഷെയ്ഡിലാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. പല്ലു വരുന്നത് ഇതാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പല്ലു. അതിലിങ്ങനെ ഒരു പ്രിന്റർ വർക്ക് ഒക്കെയാണ് വരുന്നത്. നല്ലൊരു കളറാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയോ അല്ലെങ്കിൽ നമ്മുടെ മെറൂൺ കുപ്പിവള, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് മെറൂൺ കുപ്പിവളയാണ്, അങ്ങനെയൊക്കെ പെയർ ചെയ്താൽ നല്ല രസമുണ്ടായിരിക്കും. ഉടുക്കാനായിട്ട് വളരെ കംഫർട്ടബിൾ ആണ്. ഇത് മെറ്റീരിയൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഗുഡ് ക്വാളിറ്റി തരുന്ന ഒരു ഫാബ്രിക്കിലാണ് വരുന്നത്. നല്ലൊരു പ്യോർ മൾ കോട്ടൺ സാരിയാണ് ഇത്. ഈ മെറൂണിൽ ബീച്ച് ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ പ്രിന്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വിത്ത് ബ്ലൗസ് പെയർ ചെയ്യുന്നില്ലെങ്കിൽ ബ്ലാക്ക് കളർ ബ്ലൗസ് ഇട്ടാലും മതി. എല്ലാവരുടെയും കയ്യിലുള്ള ഒരു ബ്ലൗസ് പീസ് ആയിരിക്കും ബ്ലാക്ക് കളർ ബ്ലൗസ്. അപ്പൊ അത് പെയർ ചെയ്താലും മതി. അതുപോലെ തന്നെ മെറൂൺ ഷെയ്ഡുള്ള ഒരു ബ്ലൗസ് ആയാലും ഇതിന് പെയർ ചെയ്യാം. നിങ്ങൾക്ക് സ്ലീവ്ലെസ്സോ വിത്ത് സ്ലീവ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. എനിക്ക് ഓവറോൾ ഈ ഒരു സാരി വളരെ ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്വാളിറ്റിയും നല്ലതാണ്. ഈ ഒരു റേറ്റിൽ വളരെ നല്ലൊരു ക്വാളിറ്റിയുള്ള സാരിയാണിത്. പിന്നെ ഇതിൻ്റെ ഒരു ട്രഡീഷണൽ ടച്ച് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ളൊരു ട്രഡീഷണൽ ലുക്ക് തരും. ആൻഡ് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസിൻ്റെ പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ഡെഫിനറ്റ് ആയിട്ട് വാങ്ങാവുന്ന നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ് ഇത്. നെക്സ്റ്റ് ഈ ഒരു സാരിയാണ്. ഇതൊരു ഗ്രേ കളറിൽ വരുന്ന ഖാദി കോട്ടൺ സാരിയാണ്. ഈ സാരിയിൽ ഒരു നല്ല ഗ്രേ കളറിൽ ബ്ലാക്ക് ത്രെഡ്സ് പോയിട്ടുണ്ട്. പല്ലുവിൽ ഇങ്ങനെ ഒരു ടസൽസ് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ. പിന്നെ ഈ സാരിയുടെ ബോഡി ഫുള്ള് ഇങ്ങനെ സീക്വൻസ് ഉണ്ട് കേട്ടോ, ഒരു ഗോൾഡൻ കളറ് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് പ്ലെയിൻ ആയിട്ടുള്ള ഈ സാരിയുടെ സെയിം ഗ്രേ കളർ വരുന്ന ഒരു ബ്ലൗസാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സ്ലീവ്ലെസ് ബ്ലാക്ക് ആണ് പെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ഗ്രേ കളർ ബ്ലൗസിനെക്കാട്ടി കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് കൊടുക്കുന്നത്, കാരണം ടസൽസ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആയതുകൊണ്ട് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് ബ്ലാക്ക് കൊടുക്കുന്നതായിരിക്കും ഭംഗിയായിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കൂടെ ഗ്രേ ആൻഡ് ബ്ലാക്കിൻ്റെ കൂടെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി നന്നായിട്ട് പോകും. ഞാനിപ്പം ഈ ബാംഗിൾസ് ആയിട്ട് വളകളായിട്ട് ഇട്ടിരിക്കുന്നത് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസിൽ വരുന്ന ഒരു സിൽവർ ഓക്സിഡൈസ്ഡ് ആണ്. അതിൻ്റെ കൂടെ ഞാനൊരു റിങ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ മീഷോയിൽ നിന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു ബാംഗിൾസൊക്കെ ഉടുക്കാനും വളരെ കംഫർട്ടബിളാണ്. ഇപ്പം നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുമ്പോൾ കുറച്ച് ഡാർക്ക് ബ്രൈറ്റ് കളേഴ്സൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഈ സാരി ക്യാരി ചെയ്യാൻ പറ്റും. ഇതൊരു ബ്യൂട്ടിഫുൾ ഒരു ബോൾഡ് കളറാണ് ഈ ഒരു ഗ്രേ കളർ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു സാരിയുടെ കൂടെ ഞാൻ എൻ്റെ കയ്യിലുള്ള വേറൊരു ബ്ലൗസാണ് ഇത് പെയർ ചെയ്തിരിക്കുന്നത്. ഇത് ബ്ലാക്കിൽ ഇക്കത്ത് പ്രിന്റ് വരുന്ന ബ്ലൗസാണ്. കൂടെ ഞാനൊരു ചോക്കറൂടെ പെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ലുക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ചോക്കർ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മീഷോയിൽ നിന്നാണ്. ആൻഡ് ഈ ഒരു സാരി വളരെ കംഫർട്ടബിൾ ആണ്. 397 രൂപയാണ് ഈ സാരിക്ക് വരുന്നത്. ആ ഒരു വിലയ്ക്ക് ഈ ഒരു സാരിയുടെ ക്വാളിറ്റിയും വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെക്ക് ചെയ്യാവുന്ന ഒരു സാരിയാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ കൊടുത്തേക്കാം. ആൻഡ് എനിക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ എൻ്റെ കളക്ഷനിൽ ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇപ്പോൾ ഉടുത്തിരിക്കുന്ന സാരി. ഇതൊരു നല്ലൊരു കളറാണ്, പീച്ച് ആൻഡ് ഒരു റാണി പിങ്ക് ഷെയ്ഡിൽ കോമ്പിനേഷൻ വരുന്നതാണ്.
ത്രൂ ഔട്ട് ദ ബോഡി പീച്ച് വന്നിട്ട് അതിലൂടെ ഒരു പിങ്ക് കളർ ത്രെഡ് കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ബോഡിയിൽ ഇങ്ങനെ സീക്വൻസ് ഉണ്ട്, കണ്ടില്ലേ, ഒരു ഗോൾഡൻ കളർ സീക്വൻസ് വരുന്നുണ്ട്. ആൻഡ് സാരിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് ഇത്. പല്ലൂല് നല്ല ടസൽസ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു ടസലിന് വരുന്നിരിക്കുന്നത് ഒരു റാണി പിങ്ക് ഷെയ്ഡാണ്. ആ പിങ്ക് ഷെയ്ഡാണ് ഞാൻ ബ്ലൗസ് കൊടുത്തിരിക്കുന്നത്. സാരിയുടെ കൂടെ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട്, സെയിം കളറിലാണ് വിത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു ചോക്കർ ഇട്ടത് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നു, ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 200 സംതിങ്ങിനാണ് ഈ ഒരു ചോക്കർ ഞാൻ മേടിച്ചത്. ഈ സാരിയുടെ റേറ്റ് വരുന്നത് 515 ആ ഒരു റേറ്റിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരിയാണ്. പിന്നെ നിങ്ങൾ അത് ജെന്റൽ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, വളരെ ഹാർഡായിട്ട് വാഷ് ചെയ്യാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ സാരി നന്നായിട്ട് നിന്നോളും. പിന്നെ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന സാരിയാണ്, പ്ലീറ്റ് എടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഇങ്ങനെയാണ് സാരി സ്റ്റൈൽ ചെയ്യാറ്, ഇങ്ങനെ പിടിച്ച് കുത്താറില്ല പ്ലീറ്റ്സ് ആയിട്ട്. അപ്പൊ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നതാണ് ഒന്നുകൂടെ ഭംഗിയായിട്ട് നിൽക്കുന്നത്. എനിക്ക് ഈ ഒരു സാരിയുടെ കളർ വന്നിട്ട് നമ്മൾ ഉടുക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട്, പക്ഷെ വീഡിയോയിൽ അത്ര ഒരു ഇത് തോന്നില്ല, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും നമ്മുടെ ഫേസ്. ചെറിയ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സാരിയാണ് അത്. അത്യാവശ്യം നല്ല ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. ഐ റിയലി ലൈക്ക് ദി സാരി. ബ്ലാക്ക് സാരി ആണ് അടുത്തത്. ഇതിന്റെ റേറ്റ് വരുന്നത് 416 ഖാദി കോട്ടണിലാണ് ഈ സാരി വരുന്നത്. ഇതിനൂടെ വിത്ത് ബ്ലൗസ് വരുന്നില്ല. നല്ല ഒരു സാരിയാണ്, നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിന് ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് വരുന്നത്, വർക്കല്ല, ത്രെഡ്സ് പോയേക്കുന്നത്, അതിന്റെ സൈഡ് ബോർഡറും പോയേക്കുന്നത് ഗ്രേ ആണ്. അതിന്റെ കോൺട്രാസ്റ്റ് ഗ്രേയും ത്രെഡ്സ് പോയിട്ടുണ്ട്. ആൻഡ് പല്ലു ആണ് ഇത് വന്നിരിക്കുന്നത്. പല്ലു നല്ലതാണ്. പല്ലുവിൽ ഇങ്ങനെ ടാസൽസ് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടാസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ബ്ലാക്ക് ബ്ലൗസ് ആണ് ഞാൻ നേരത്തെ കാണിച്ച ഒരു ഗ്രേ കളർ സാരിയുടെ കൂടെ ഈ ഒരു ബ്ലൗസ് തന്നെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഈ സാരിയുടെ ക്വാളിറ്റി നല്ലതാണ്, ഉടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ലുക്കാണ്. ബ്ലാക്ക് സാരി ഒരുവിധം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാരിയാണ് ബ്ലാക്ക് കളർ. അത് പ്ലെയിൻ ബ്ലാക്ക് അല്ലാതെ ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റോട് വരുമ്പോൾ നല്ല രസമുണ്ടാവും. ഇതിനോട് വൈറ്റ് ബ്ലൗസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിലും പെയർ ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു സാരി ഈ ഒരു റേറ്റിന് വളരെയധികം നല്ലതാണ്. ഇതിന്റെ വേറെ കുറെ കളേഴ്സ് കൂടെ അവൈലബിൾ ആണ്. ലാവൻഡർ കളർ അവൈലബിൾ ആണ്, ബ്ലൂ കളർ അവൈലബിൾ ആണ്. എനിക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു ബ്ലൗസ് നന്നായിട്ട് മാച്ച് ആയിട്ട് തോന്നി. അതുപോലെ നമുക്ക് ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു സിൽവർ ബ്ലൗസ് ഒക്കെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്താലും നന്നായിരിക്കും. ഇതൊരു മെഹന്തി ഗ്രീൻ കളറിൽ വരുന്ന സാരിയാണ്. ഈ ടൈപ്പ് സാരി ഈ ഒരു ഡിസൈൻസിലാണ് അധികവും ഇന്ന് കാണിച്ച സാരീസൊക്കെ. പലരും പല സെല്ലേഴ്സിൻ്റെ നിന്നാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഞാൻ ആ കാണിച്ച ഗ്രേയുടെയും ആ ഒരു പിങ്കിൻ്റെ അത്ര ഇത് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ക്ലോത്തിന്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. 255 രൂപ, 356 ആ ഒരു റേറ്റിലാണ് ഈ ഒരു സാരി ഞാൻ വാങ്ങുന്നത്. സെയിം ഈ സാരിയിൽ ഇങ്ങനെ ഗോൾഡൻ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്, ടസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഗ്രീൻ കളർ ആൻഡ് ബ്ലാക്ക് ടസൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 355 രൂപയാണ്. നല്ലൊരു കളറാണ്, മെഹന്തി ഗ്രീൻ കളർ. ഞാൻ ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് സെയിം കളറിലാണ് വരുന്നത്. മെഹന്തി ഗ്രീനിന് ഞാനിപ്പോൾ കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് യെല്ലോയിൽ ഇക്കത്ത് പ്രിന്റ് വരുന്ന ഒരു ബ്ലൗസാണ്. ആൻഡ് ടസൽസ് ഒക്കെ വന്നേക്കുന്ന പല്ലുവാണ്, നല്ല പല്ലുവാണ്. ആൻഡ് ഈ ഒരു ടസൽസിൽ ബ്ലാക്ക് കളറൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ബ്ലാക്കിൽ പ്രിന്റഡ് ബ്ലൗസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും പെയർ ചെയ്യാം. ഓഫ് വൈറ്റ് കളർ ബ്ലൗസ് വൈറ്റിൽ പെയർ ചെയ്യാം, വൈറ്റ് അല്ല ഓഫ് വൈറ്റ് വരുന്ന ബ്ലൗസ് പെയർ ചെയ്യാം. ഓവറോൾ എനിക്ക് ഈ ഒരു സാരിയും കാണാനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിലൂടെ ഓക്സിഡൈസ് ജ്വല്ലറീസ് ഒക്കെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ആൻഡ് 355 രൂപയ്ക്ക് ഈ ഒരു സാരിയുടെ ക്വാളിറ്റിയും ഓക്കെയാണ്. ആൻഡ് ഐ ഹോപ്പ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാവുന്നതാണ്. നിങ്ങൾക്ക് ലിങ്ക് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് വാങ്ങാം. നിങ്ങളുടെ അഭിപ്രായങ്ങളോട് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.